ക്ലാസ്സുകാരനെ പ്ലസ് 1-നും ഡിഗ്രിക്കും പഠിക്കുന്ന ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിയെയും അള്ളാഹു കൊണ്ടുവരും. എന്നിട്ട് പടച്ച തമ്പുരാന്റെ ഒന്നാമത്തെ ചോദ്യം ആദ്യമായി ചോദിക്കും, ബഷീറെ, മുഹമ്മദേ, ഫാത്തിമ 9ാം ക്ലാസ് ആയിരുന്നല്ലേ, 10ാം ക്ലാസ് ആയിരുന്നല്ലേ, പ്ലസ് 1 ആയിരുന്നല്ലേ, അതിനിടയിൽ ആക്സിഡന്റിൽ മരണപ്പെട്ടു വന്നതാണല്ലേ, എങ്കിൽ ആദ്യത്തെ ചോദ്യം തൗഹീദുള്ള ഒരാളോട് 5 വക്ത് നിസ്കാരത്തെ കുറിച്ചാണ്. എന്നിട്ട് പ്രവാചകന്റെ വാക്കെന്താണ്? ആ 5 വക്ത് നിസ്കാരത്തിൽ ഒരു പെൺകുട്ടി വിജയിച്ചാൽ, ഒരു ആൺകുട്ടി വിജയിച്ചാൽ ഫഖദ് ഫാസ വ അൻജഹ, ബാക്കിയുള്ള ചെറിയ പാപങ്ങൾ മുഴുവൻ അല്ലാഹ് പുറത്തു കൊടുക്കും, സ്വർഗത്തിലേക്ക് മാലാഖമാർ കൂട്ടിക്കൊണ്ടുപോകും. അല്ല, 5 വക്ത് നമസ്കാരത്തിൽ ഒരാൾക്ക് പിഴവ് പറ്റിയാൽ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ വഖദ് ഖാബ വ ഖസിറ, പിന്നീട് പടച്ച തമ്പുരാന്റെ മുന്നിൽ, ഞാൻ നാട്ടിലെ കുട്ടികൾക്ക് ഉപകാരമുള്ള ഒരു നല്ല കുട്ടിയായിരുന്നു, എന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധുവായ പെൺകുട്ടിക്ക് വീടില്ലാതിരുന്നപ്പോൾ അങ്ങാടിയിലൂടെ ബക്കറ്റുമായി നടന്നിട്ട് പിഴിവെടുത്ത് ആ കുട്ടിയെ സഹായിച്ചയാളായിരുന്നു, നാട്ടിൽ പ്രളയം വന്നപ്പോ വീടും കൂടും നഷ്ടപ്പെട്ട ആളുകൾക്ക് പള്ളികളിൽ വെച്ച് നടക്കുന്ന പിരിവുകളിൽ ആളുകൾക്ക് പൈസ ശേഖരിക്കുന്നതിൽ ഞാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു, നാട്ടുകാർക്കും കുടുംബക്കാർക്കും വേണ്ടപ്പെട്ടവളായിരുന്നു. പടച്ച തമ്പുരാൻ നയാ പൈസക്ക് പോലും പരിഗണിക്കൂല. എന്തേ കാരണം? നമസ്കാരം ഒഴിവാക്കിയ ഒരാൾ ജീവിതത്തിൽ പടച്ച തമ്പുരാന്റെ മുന്നിൽ മനുഷ്യനായി പോലും അള്ളാഹു കണക്കാക്കുകയില്ല. അതുകൊണ്ടല്ലേ ഇസ്ലാമിലെ ഏതൊരു ആരാധനാ കർമ്മത്തിനും ഇസ്ലാമിൽ ഇളവുണ്ട്. മക്കൾ ശരിക്കും മനസ്സിലേക്ക് കൊണ്ടുവരണം. ഏതൊരു ആരാധനാ കർമ്മത്തിലും ഇസ്ലാമിൽ ഇളവുണ്ട്. ഞാൻ ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. 1.5 ആഴ്ച മുമ്പ് എനിക്ക് ആക്സിഡന്റ് പറ്റി. എങ്കിൽ എന്റെ ശരീരം എനിക്ക് അനുവദിക്കുകയും രോഗം സുഖപ്പെടുകയും സാമ്പത്തികമായി എനിക്ക് വീണ്ടും ഉന്നതി വന്നാൽ മാത്രം അടുത്ത തവണ ഹജ്ജിന് പോയാൽ മതി. റമദാനിന് വേണ്ടി ഞാൻ ഒരുങ്ങി, എല്ലാം തയ്യാറായിരുന്നു. പക്ഷേ തലേ ദിവസം എനിക്ക് ടൈഫോയിഡ് പിടിപെട്ടു. ഡോക്ടർ പറയാൻ 1.5 മാസം മരുന്ന് കുടിക്കണം. ആ തവണ എനിക്ക് റമദാനിൽ നോമ്പ് നോൽക്കണമെന്ന് നിർബന്ധമില്ല. അടുത്ത വർഷം നോമ്പ് നോറ്റിയാൽ മതി. എന്നാൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൈയൊടിഞ്ഞോ നിസ്കരിക്കണം, കാല് മുറിഞ്ഞോ നിസ്കരിക്കണം, നട്ടെല്ല് തളർന്നോ നിസ്കരിക്കണം, എയ്ഡ്സ് ബാധിച്ചോ നിസ്കരിക്കണം, ക്യാൻസർ ബാധിച്ച് RCCയിൽ അഡ്മിറ്റ് ആണോ, ബോധമുണ്ടോ, ജീവനുണ്ടോ, സ്വബോധമുണ്ടോ, അയാൾ നമസ്കരിക്കണം. കിടന്നിട്ടാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും കുമ്പിട്ടിട്ടാണെങ്കിലും മനസ്സിൽ ഉളവെടുത്തിട്ടാണെങ്കിലും നമസ്കാരം നഷ്ടപ്പെടുത്താൻ ഇസ്ലാമിൽ പാടില്ല. ആ നമസ്കാരമാണ് പ്രിയപ്പെട്ട മക്കളെ, ടൂറ് പോകുന്ന അന്ന് നമ്മൾ നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം. എന്റെ പ്രിയപ്പെട്ടവരായ നല്ലവരായ മക്കൾ, നമ്മൾ ഹൈസക്ക് വെച്ചത് എന്തിനെന്നറിയുമോ സഹോദരങ്ങളെ? നമ്മൾക്ക് ഇതുപോലെ അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കാൻ കഴിയണം. പടച്ച തമ്പുരാനോട് പറയാൻ കഴിയണം, നാഥാ, 10ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ മരണപ്പെട്ടു പോയതെങ്കിൽ 10ാം ക്ലാസ് വരെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. പടച്ചോനെ, ആരൊക്കെ കളിയാക്കിയിട്ടും ഞാൻ നിന്റെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ടൂറിന് പോകുന്ന സമയത്ത് നിസ്കരിക്കുന്ന എത്ര വിദ്യാർത്ഥികൾ ഉണ്ടാകും? അവനവന്റെ കൂട്ടുകാരികളുടെ കല്യാണത്തിന് കൂട്ടുകാരികളോടൊപ്പം പോകുന്ന സമയത്ത് നമസ്കരിക്കുന്ന എത്ര മക്കളുണ്ടാകും? സ്കൂളിൽ നടക്കുന്ന സ്പോർട്സിന്റെ അന്ന്, സ്കൂളിൽ നടക്കുന്ന കലാമേളയുടെ അന്ന്, സബ് ജില്ലയുടെ ഉത്സവത്തിന്റെ അന്ന് സ്കൂളിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ഹൈസക്കിന് വന്ന നമ്മൾ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ പടച്ച തമ്പുരാന്റെ മുന്നിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്ക് മദ്രസയിൽ വെച്ച് പഠിച്ചതാണ് നമ്മൾ. അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാ ഫമൻ തറകഹാ ഫഖദ് കഫറ. കലിമത്തുൽ ഇസ്ലാമിലേക്ക് വന്ന, മദ്രസയിൽ പഠിച്ച, മലയാളത്തിൽ ഖുതുബ കേട്ട, ഹൈസക്കിൽ പങ്കെടുത്ത നമ്മളെങ്ങാനും നമസ്കാരം ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഒഴിവാക്കിയിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നെങ്കിൽ 100% അയാൾ കാഫറായിക്കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടും. സഹോദരങ്ങളെ, നമ്മൾക്കറിയുന്ന ഒരു സംഭവം പറഞ്ഞു തരട്ടെ. പലപ്പോഴും ഞാൻ ഉദ്ധരിക്കുന്നതാണ്. പ്രവാചകൻ ഇസ്രാ മിറാജ് യാത്ര നടത്തി. ആ യാത്രയിൽ പ്രവാചകൻ കണ്ട ഒരു രംഗമുണ്ട്. എന്താണ് ആ രംഗം? ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നു. തൊട്ടടുത്ത് മറ്റൊരു വ്യക്തിയുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കയ്യിൽ വലിയൊരു പാറക്കഷ്ണമുണ്ട്. ആ പാറക്കഷ്ണം കൊണ്ട് നിൽക്കുന്ന വ്യക്തിയുടെ തലക്ക് ആഞ്ഞടിക്കുകയാണ്. തല പൊട്ടിപ്പിളരുന്നു, രക്തം വാർന്നൊലിക്കുന്നു, വാവിട്ട് നിലവിളിക്കുന്നു, വീണ്ടും തല പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നു, വീണ്ടും അടിക്കുന്നു, തല പൊട്ടിച്ചിതറുന്നു. അയാൾ വാവിട്ട് നിലവിളിച്ച് നിർത്താൻ ആവശ്യപ്പെടുന്നു. അപ്പോഴാ പ്രവാചകൻ പറഞ്ഞത്, ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്, നിൽക്കുന്ന തല പൊട്ടുന്ന ആ മനുഷ്യന്റെ അരവരെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നൊഴുകിയ രക്തത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. പ്രവാചകൻ മുഖം പൊത്തി കൂടെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിച്ചു, മൻ ഹാദാ വമാ ഹാദാ, ആരാണിത്, എന്താണിത്? നരകത്തിന്റെ ശിക്ഷന്റെ മുമ്പ് നരകത്തിലേക്ക് എത്തിയിട്ടില്ല, ഭീകരമായ
ഭീകരമായ നരകശിക്ഷയ്ക്ക് മുമ്പ് ഇത്രയും ഭീകരമായ പീഡനം അനുഭവിക്കാൻ അയാൾ എന്താ ചെയ്തത്? മുസ്ലിമല്ലേ? ആണ്. മുവഹിദല്ലേ? ആണ്. പിന്നെ എന്തേ? അവർ നമസ്കാരം 5 വക്തും ഒഴിവാക്കിയതല്ല മക്കളെ. പിന്നെയോ അവർ നമസ്കരിക്കും. പക്ഷേ ജീവിതത്തിൽ ചങ്ങാതിമാരുടെ കൂടെ കൂടുമ്പോ ടൂറ് പോകുമ്പോൾ നിസ്കാരം ഒഴിവാക്കും, ഫാമിലി ട്രിപ്പ് പോകുമ്പോൾ നിസ്കാരം ഒഴിവാക്കും, കൂട്ടുകാരുടെ കൂടെ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ നിസ്കാരം ഒഴിവാക്കും, ഏതെങ്കിലും സ്കൂളിലെ ഫംഗ്ഷനിന്റെ അന്ന് നമസ്കാരം ഒഴിവാക്കും. എന്തേ കാരണം? മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചതാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കളി കഴിഞ്ഞ് ഗ്രൗണ്ടിൽ നിന്ന് ജേഴ്സി തോളത്തിട്ട് ബൂട്ടൊരു കയ്യിലുമായി ഏതെങ്കിലും കളി കഴിഞ്ഞിട്ട് കടയിൽ പോയി നാരങ്ങ സോഡയും കുടിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഇശാ ബാങ്ക് കൊടുക്കും, മഗ്‌രിബ് പോയിട്ടുണ്ടാകും. സങ്കടം നമ്മുടെ മനസ്സിനെ അലട്ടുന്നില്ല. പ്രിയപ്പെട്ട ആൺകുട്ടികളെ അലട്ടുന്നില്ല. കൂട്ടുകാരികളെ കൂടെ വളക്കൊപ്പിച്ചിട്ടുള്ള കമ്മലും കമ്മലിനൊപ്പിച്ചിട്ടുള്ള ചുരിദാറും കൂട്ടുകാരികളുടെ 4 ഒരേ ഡ്രസ്സുമായി ഏതെങ്കിലും ഒരു കൂട്ടുകാരുടെ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന് വീണ്ടും പഴയ ചില കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് കൂടി സന്ദർശനം നടത്തി സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ളുഹർ പോയിട്ടുണ്ടാകും, അസർ പോയിട്ടുണ്ടാകും, മഗ്‌രിബിന് വീട്ടിലെത്തിയിട്ടുണ്ടാകും. അറിയണം, ഓരോ സെക്കൻഡും നമ്മുടെ ജീവിതത്തിലെങ്ങാനും അങ്ങനെ ഒരു ജീവിതം നമ്മൾക്കുണ്ടായാൽ വീടിന്റെ മുകളിലൂടെ പറക്കുന്ന കാക്കയുണ്ടല്ലോ, ഷോക്കടിച്ച് ചത്ത് താഴെ വീഴുന്നത് പോലെ നമ്മളെങ്ങാനും അതിനിടയിൽ മരിച്ചാൽ ഈ ലോകത്തെ മൃഗങ്ങൾ ചത്ത് മലക്കും പോലെ പടച്ചതമ്പുരാന്റെ കോടതിയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതുകൊണ്ട് ഹൈസക്കിലെ ഒന്നാമത്തെ തീരുമാനം, ഈ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് ധീരമായി തീരുമാനമെടുക്കാൻ കഴിയണം. MSMന്റെ വിദ്യാർത്ഥികൾക്ക്, ഹൈസക്കിന് വന്ന വിദ്യാർത്ഥികൾക്ക് അതിതാണ്. ആരൊക്കെ കളിയാക്കിയാലും ആരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാലും ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി നമസ്കാരം ഉപേക്ഷിക്കയില്ല. എന്തുകൊണ്ടെന്നറിയുമോ? നാളെ പരലോകത്ത് എനിക്ക് സ്വർഗം വേണം. ഹൈസക്കിന് ശേഷം വീടിന്റെ പരിസരത്ത് നിന്ന്, ക്യാമ്പസിന്റെ പരിസരത്ത് നിന്ന് ബാങ്കൊലി കേൾക്കും. ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ. മക്കളെ, അല്ലാഹു വിളിക്കുകയാണ്, സ്വർഗത്തിലേക്ക് വരൂ മക്കളെ, പരലോകത്തെ വിജയത്തിലേക്ക് വരൂ മക്കളെ, അംബിയാ മുർസലീങ്ങളെ കാണാൻ വരൂ മക്കളെ. അതെനിക്കുള്ള പരീക്ഷണമാണ്. സ്വർഗം വേണോ നരകം വേണോ എന്ന് എനിക്ക് തീരുമാനിക്കാനുള്ള വിളിയാണത്. അബൂജഹലിന്റെ കൂടെ പോകണമോ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കൂടെ പോരണമോ എന്ന് ഞാൻ തീരുമാനിക്കേണ്ട വിളിയാണത്. എന്റെ ജീവിതത്തിലെ വിജയം വേണമോ പരാജയം വേണമോ എന്ന് ഞാൻ തീരുമാനിക്കേണ്ട വിളിയാണത്. ആ വിളിയാളം കേട്ടാൽ ഗ്രൗണ്ടിൽ കളിക്കുകയാണോ, തോർത്തുമുണ്ട് വിരിച്ചിട്ട് സൈഡിൽ പോയി നിസ്കരിക്കണം. ബാക്കി 11 കളിക്കാരും നിങ്ങൾ നോക്കി നിൽക്കുന്നുണ്ടാകും. നീ വലിയ മുത്തഖി എന്ന് പറയുന്നുണ്ടാകും. ആരൊക്കെ പറഞ്ഞാലും മാലാഖമാരും പടച്ചതമ്പുരാനും നമ്മെ കുറിച്ച് നല്ലത് പറയണം. പെൺകുട്ടികളെ, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് നമസ്കരിക്കാൻ സൗകര്യമില്ലേ? ഉച്ച സമയത്ത് സ്കൂളിലെ അവനവന്റെ ക്ലാസിന്റെ സൈഡിലോ ഏതെങ്കിലും ഒരു ടീച്ചർമാരുടെ അനുവാദത്തോട് കൂടിയിട്ടോ പത്രം വിരിച്ചിട്ടോ ഷാള് വിരിച്ചിട്ടോ നിസ്കാരം നിങ്ങൾ നിർവഹിക്കണം. ഒരാളുടെയും മലീമസപ്പെട്ടുന്ന വാക്കുകൾ അലോസരപ്പെടുത്തരുത്. അവരാരും പരലോകത്തില്ല, അവരാരും ഖബറിലില്ല. ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ഒറ്റക്കൊറ്റക്കാണ് അല്ലാഹുവിന്റെ മുന്നിലേക്ക് വരിക. പടച്ചതമ്പുരാന്റെ മുന്നിൽ നമ്മൾക്ക് വിജയിക്കാൻ നമ്മൾ പ്രഖ്യാപിക്കേണ്ടത് നമസ്കാരം ഒഴിവാക്കിയ ഒരു ജീവിതം ഇനി എന്റെ ജീവിതത്തിൽ ഇല്ല എന്നതാണ്. അതാണ് ഒന്നാമത്തെ പ്രഖ്യാപനം. 10ാം ക്ലാസ്സുകാരനെ +1നും ഡിഗ്രിക്കും പഠിക്കുന്ന ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിയെയും അള്ളാഹു കൊണ്ടുവരും. എന്നിട്ട് പടച്ചതമ്പുരാന്റെ ഒന്നാമത്തെ ചോദ്യം, അവ്വലു മാ യുഹാസിബു അബ്ദഹു ഫീ യൗമിൽ ഖിയാമ അനിസ് സ്വലാ. ആദ്യമായി ചോദിക്കും, ബഷീറെ, മുഹമ്മദേ, ഫാത്തിമ 9ാം ക്ലാസ് ആയിരുന്നല്ലേ, 10ാം ക്ലാസ് ആയിരുന്നല്ലേ, +1 ആയിരുന്നല്ലേ, അതിനിടയിൽ ആക്സിഡന്റിൽ മരണപ്പെട്ടു വന്നതാണല്ലേ, എങ്കിൽ ആദ്യത്തെ ചോദ്യം തൗഹീദുള്ള ഒരാളോട് 5 വക്ത് നിസ്കാരത്തെ കുറിച്ചാണ്. എന്നിട്ട് പ്രവാചകന്റെ വാക്കെന്താണ്? ആ 5 വക്ത് നിസ്കാരത്തിൽ ഒരു പെൺകുട്ടി വിജയിച്ചാൽ, ഒരാൺകുട്ടി വിജയിച്ചാൽ ഫഖദ് ഫാസ വഅൻജഹ. ബാക്കിയുള്ള ചെറിയ പാപങ്ങൾ മുഴുവൻ അല്ലാഹു പുറത്തു കൊടുക്കും. സ്വർഗത്തിലേക്ക് മാലാഖമാർ കൂട്ടിക്കൊണ്ടുപോകും. അല്ല, 5 വക്ത് നമസ്കാരത്തിൽ ഒരാൾക്ക് പിഴവ് പറ്റിയാൽ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ പിന്നീട് പടച്ചതമ്പുരാന്റെ മുന്നിൽ, ഞാൻ നാട്ടിലെ കുട്ടികൾക്ക് ഉപകാരമുള്ള ഒരു നല്ല കുട്ടിയായിരുന്നു, എന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധുവായ പെൺകുട്ടിക്ക് വീടില്ലാതിരുന്നപ്പോൾ അങ്ങാടിയിലൂടെ ബക്കറ്റുമായി നടന്നിട്ട് പിരിവെടുത്ത് ആ കുട്ടിയെ സഹായിച്ചയാളായിരുന്നു. നാട്ടിൽ പ്രളയം വന്നപ്പോ വീടും കൂടും നഷ്ടപ്പെട്ട ആളുകൾക്ക് പള്ളികളിൽ വെച്ച് നടക്കുന്ന പിരിവുകളിൽ ആളുകൾക്ക് പൈസ ശേഖരിക്കുന്നതിൽ ഞാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. നാട്ടുകാർക്കും കുടുംബക്കാർക്കും വേണ്ടപ്പെട്ടവളായിരുന്നു.
പടച്ച തമ്പുരാൻ നയാ പൈസക്ക് പോലും പരിഗണിക്കൂല. എന്തേ കാരണം? നമസ്കാരം ഒഴിവാക്കിയ ഒരാൾ ജീവിതത്തിൽ പടച്ച തമ്പുരാന്റെ മുന്നിൽ മനുഷ്യനായി പോലും അള്ളാഹു കണക്കാക്കുകയില്ല. അതുകൊണ്ടല്ലേ ഇസ്ലാമിലെ ഏതൊരു ആരാധനാ കർമ്മത്തിനും ഇസ്ലാമിൽ ഇളവുണ്ട്. മക്കൾ ശരിക്കും മനസ്സിലേക്ക് കൊണ്ടുവരണം. ഏതൊരു ആരാധനാ കർമ്മത്തിലും ഇസ്ലാമിൽ ഇളവുണ്ട്. ഞാൻ ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. 1.5 ആഴ്ച മുമ്പ് എനിക്ക് ആക്സിഡന്റ് പറ്റി. എങ്കിൽ എന്റെ ശരീരം എനിക്ക് അനുവദിക്കുകയും രോഗം സുഖപ്പെടുകയും സാമ്പത്തികമായി എനിക്ക് വീണ്ടും ഉന്നതി വന്നാൽ മാത്രം അടുത്ത തവണ ഹജ്ജിന് പോയാൽ മതി. റമദാനിന് വേണ്ടി ഞാൻ ഒരുങ്ങി, എല്ലാം തയ്യാറായിരുന്നു. പക്ഷേ തലേ ദിവസം എനിക്ക് ടൈഫോയിഡ് പിടിപെട്ടു. ഡോക്ടർ പറയാൻ 1.5 മാസം മരുന്ന് കുടിക്കണം. ആ തവണ എനിക്ക് റമദാനിൽ നോമ്പ് നോൽക്കണമെന്ന് നിർബന്ധമില്ല. അടുത്ത വർഷം നോമ്പ് നോറ്റ് കിട്ടിയാൽ മതി. എന്നാൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൈയൊടിഞ്ഞോ നിസ്കരിക്കണം, കാല് മുറിഞ്ഞോ നിസ്കരിക്കണം, നട്ടെല്ല് തളർന്നോ നിസ്കരിക്കണം, എയ്ഡ്സ് ബാധിച്ചോ നിസ്കരിക്കണം, ക്യാൻസർ ബാധിച്ച് RCCയിൽ അഡ്മിറ്റ് ആണോ, ബോധമുണ്ടോ, ജീവനുണ്ടോ, സ്വബോധമുണ്ടോ, അയാൾ നമസ്കരിക്കണം. കിടന്നിട്ടാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും കുമ്പിട്ടിട്ടാണെങ്കിലും മനസ്സിൽ മുതവെടുത്തിട്ടാണെങ്കിലും നമസ്കാരം നഷ്ടപ്പെടുത്താൻ ഇസ്ലാമിൽ പാടില്ല. ആ നമസ്കാരമാണ് പ്രിയപ്പെട്ട മക്കളെ, ടൂറ് പോകുന്ന അന്ന് നമ്മൾ നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം. എന്റെ പ്രിയപ്പെട്ടവരായ നല്ലവരായ മക്കൾ, നമ്മൾ ഹൈസക്ക് വെച്ചത് എന്തിനെന്നറിയുമോ സഹോദരങ്ങളെ? നമ്മൾക്ക് ഇതുപോലെ അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കാൻ കഴിയണം. പടച്ച തമ്പുരാനോട് പറയാൻ കഴിയണം, നാഥ 10ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ മരണപ്പെട്ടു പോയതെങ്കിൽ 10ാം ക്ലാസ് വരെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. പടച്ചോനെ, ആരൊക്കെ കളിയാക്കിയിട്ടും ഞാൻ നിന്റെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ടൂറിന് പോകുന്ന സമയത്ത് നിസ്കരിക്കുന്ന എത്ര വിദ്യാർത്ഥികൾ ഉണ്ടാകും? അവനവന്റെ കൂട്ടുകാരികളുടെ കല്യാണത്തിന് കൂട്ടുകാരികളോടൊപ്പം പോകുന്ന സമയത്ത് നമസ്കരിക്കുന്ന എത്ര മക്കളുണ്ടാകും? സ്കൂളിൽ നടക്കുന്ന സ്പോർട്സിന്റെ അന്ന്, സ്കൂളിൽ നടക്കുന്ന കലാമേളയുടെ അന്ന്, സബ് ജില്ലയുടെ ഉത്സവത്തിന്റെ അന്ന് സ്കൂളിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ഹൈസക്കിന് വന്ന നമ്മൾ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ പടച്ച തമ്പുരാന്റെ മുന്നിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്ക് മദ്രസയിൽ വെച്ച് പഠിച്ചതാണ് നമ്മൾ. അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാ ഫമൻ തറകഹാ ഫഖദ് കഫറ. കലിമത്തുൽ ഇസ്ലാമിലേക്ക് വന്ന, മദ്രസയിൽ പഠിച്ച, മലയാളത്തിൽ ഖുതുബ കേട്ട, ഹൈസക്കിൽ പങ്കെടുത്ത നമ്മളെങ്ങാനും നമസ്കാരം ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഒഴിവാക്കിയിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നെങ്കിൽ 100% അയാൾ കാഫറായിക്കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടും. സഹോദരങ്ങളെ, നമ്മൾക്കറിയുന്ന ഒരു സംഭവം പറഞ്ഞു തരട്ടെ. പലപ്പോഴും ഞാൻ ഉദ്ധരിക്കുന്നതാണ്. പ്രവാചകൻ ഇസ്രാ മിറാജ് യാത്ര നടത്തി. ആ യാത്രയിൽ പ്രവാചകൻ കണ്ട ഒരു രംഗമുണ്ട്. എന്താണ് ആ രംഗം? ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നു. തൊട്ടടുത്ത് മറ്റൊരു വ്യക്തിയുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കയ്യിൽ വലിയൊരു പാറക്കഷ്ണമുണ്ട്. ആ പാറക്കഷ്ണം കൊണ്ട് നിൽക്കുന്ന വ്യക്തിയുടെ തലക്ക് ആഞ്ഞടിക്കുകയാണ്. തല പൊട്ടിപ്പിളരുന്നു, രക്തം വാർന്നൊലിക്കുന്നു, വാവിട്ട് നിലവിളിക്കുന്നു. വീണ്ടും തല പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നു, വീണ്ടും അടിക്കുന്നു, തല പൊട്ടിച്ചിതറുന്നു. അയാൾ വാവിട്ട് നിലവിളിച്ച് നിർത്താൻ ആവശ്യപ്പെടുന്നു. അപ്പോഴാ പ്രവാചകൻ പറഞ്ഞത്, ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്, നിൽക്കുന്ന തല പൊട്ടുന്ന ആ മനുഷ്യന്റെ അരവരെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നൊഴുകിയ രക്തത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. പ്രവാചകൻ മുഖം പൊത്തി കൂടെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിച്ചു, മൻ ഹാദാ വമാ ഹാദാ? ആരാണിത്, എന്താണിത്? നരകത്തിന്റെ ശിക്ഷന്റെ മുമ്പ് നരകത്തിലേക്ക് എത്തിയിട്ടില്ല. ഭീകരമായ നരകശിക്ഷയ്ക്ക് മുമ്പ് ഇത്രയും ഭീകരമായ പീഡനം അനുഭവിക്കാൻ അയാൾ എന്താ ചെയ്തത്? മുസ്ലിമല്ലേ? ആണ്. മുവഹിദല്ലേ? ആണ്. പിന്നെ എന്തേ? അവർ നമസ്കാരം 5 വക്തും ഒഴിവാക്കിയതല്ല മക്കളെ. പിന്നെയോ അവർ നമസ്കരിക്കും. പക്ഷേ ജീവിതത്തിൽ ചങ്ങാതിമാരുടെ കൂടെ കൂടുമ്പോ, ടൂറ് പോകുമ്പോൾ നിസ്കാരം ഒഴിവാക്കും, ഫാമിലി ട്രിപ്പ് പോകുമ്പോൾ നിസ്കാരം ഒഴിവാക്കും, കൂട്ടുകാരുടെ കൂടെ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ നിസ്കാരം ഒഴിവാക്കും, ഏതെങ്കിലും സ്കൂളിലെ ഫംഗ്ഷനിന്റെ അന്ന് നമസ്കാരം ഒഴിവാക്കും. എന്തേ കാരണം? മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചതാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കളി കഴിഞ്ഞ് ഗ്രൗണ്ടിൽ നിന്ന് ജേഴ്സി കോളത്തിട്ട് കൂട്ടൊരു കയ്യിലുമായി ഏതെങ്കിലും കളി കഴിഞ്ഞിട്ടൊരു കടയിൽ പോയി നാരങ്ങ സോഡയും കുടിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഇശാബാങ്ക് കൊടുക്കും, മഗ്‌രിബ് പോയിട്ടുണ്ടാകും. സങ്കടം നമ്മുടെ മനസ്സിനെ അലട്ടുന്നില്ല. പ്രിയപ്പെട്ട ആൺകുട്ടികളെ അലട്ടുന്നില്ല. കൂട്ടുകാരികളെ കൂടെ വളക്കൊപ്പിച്ചിട്ടുള്ള കമ്മലും കമ്മലിനൊപ്പിച്ചിട്ടുള്ള ചുരിദാറും കൂട്ടുകാരികളുടെ 4 ഒരേ ഡ്രസ്സുമായി ഏതെങ്കിലും ഒരു കൂട്ടുകാരുടെ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വീണ്ടും പഴയ ചില കൂട്ടുകാരികളുടെ വീട്ടിലെ കൂടി സന്ദർശനം നടത്തി സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ളുഹർ പോയിട്ടുണ്ടാകും, അസർ പോയിട്ടുണ്ടാകും, മഗ്‌രിബിന് വീട്ടിലെത്തിയിട്ടുണ്ടാകും. അറിയണം,
ഓരോ സെക്കൻഡും നമ്മുടെ ജീവിതത്തിലെങ്ങാനും അങ്ങനെ ഒരു ജീവിതം നമ്മൾക്കുണ്ടായാൽ, വീടിന്റെ മുകളിലൂടെ പറക്കുന്ന കാക്കയുണ്ടല്ലോ, ഷോക്കടിച്ച് ചത്ത് താഴെ വീഴുന്നത് പോലെ നമ്മളെങ്ങാനും അതിനിടയിൽ മരിച്ചാൽ ഈ ലോകത്തെ മൃഗങ്ങൾ ചത്ത് മലക്കും പോലെ പടച്ചതമ്പുരാന്റെ കോടതിയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതുകൊണ്ട് ഹൈസക്കിലെ ഒന്നാമത്തെ തീരുമാനം, ഈ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് ധീരമായി തീരുമാനമെടുക്കാൻ കഴിയണം MSMന്റെ വിദ്യാർത്ഥികൾക്ക്, ഹൈസക്കിലെ വന്ന വിദ്യാർത്ഥികൾക്ക്. അതിതാണ്, ആരൊക്കെ കളിയാക്കിയാലും ആരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാലും ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി നമസ്കാരം ഉപേക്ഷിക്കയില്ല. എന്തുകൊണ്ടെന്നറിയുമോ? നാളെ പരലോകത്ത് എനിക്ക് സ്വർഗം വേണം. ഹൈസക്കിന് ശേഷം വീടിന്റെ പരിസരത്ത് നിന്ന്, ക്യാമ്പസിന്റെ പരിസരത്ത് നിന്ന് ബാങ്കൊലി കേൾക്കും, ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ. മക്കളെ, അല്ലാഹു വിളിക്കുകയാണ്, സ്വർഗത്തിലേക്ക് വരൂ മക്കളെ, പരലോകത്തെ വിജയത്തിലേക്ക് വരൂ മക്കളെ, അംബിയാ മുർസലീങ്ങളെ കാണാൻ വരൂ മക്കളെ. അതെനിക്കുള്ള പരീക്ഷണമാണ്. സ്വർഗം വേണോ നരകം വേണോ എന്ന് എനിക്ക് തീരുമാനിക്കാനുള്ള വിളിയാണത്. അബൂജഹലിന്റെ കൂടെ പോകണമോ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കൂടെ പോരണമോ എന്ന് ഞാൻ തീരുമാനിക്കേണ്ട വിളിയാണത്. എന്റെ ജീവിതത്തിലെ വിജയം വേണമോ പരാജയം വേണമോ എന്ന് ഞാൻ തീരുമാനിക്കേണ്ട വിളിയാണത്. ആ വിളിയാളം കേട്ടാൽ ഗ്രൗണ്ടിൽ കളിക്കുകയാണോ, തോർത്തുമുണ്ട് വിരിച്ചിട്ട് സൈഡിൽ പോയി നിസ്കരിക്കണം. ബാക്കി 11 കളിക്കാരും നിങ്ങൾ നോക്കി നിൽക്കുന്നുണ്ടാകും. നീ വലിയ മുത്തഖി എന്ന് പറയുന്നുണ്ടാകും. ആരൊക്കെ പറഞ്ഞാലും മാലാഖമാരും പടച്ചതമ്പുരാനും നമ്മെ കുറിച്ച് നല്ലത് പറയണം. പെൺകുട്ടികളെ, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് നമസ്കരിക്കാൻ സൗകര്യമില്ലേ? ഉച്ച സമയത്ത് സ്കൂളിലെ അവനവന്റെ ക്ലാസിന്റെ സൈഡിലോ ഏതെങ്കിലും ഒരു ടീച്ചർമാരുടെ അനുവാദത്തോട് കൂടിയിട്ടോ പത്രം വിരിച്ചിട്ടോ ഷാള് വിരിച്ചിട്ടോ നിസ്കാരം നിങ്ങൾ നിർവഹിക്കണം. ഒരാളുടെയും മലീമസപ്പെടുത്തുന്ന വാക്കുകൾ അലോസരപ്പെടുത്തരുത്. അവരാരും പരലോകത്തില്ല, അവരാരും ഖബറിലില്ല. ഒറ്റക്കൊറ്റക്കാണ് അല്ലാഹുവിന്റെ മുന്നിലേക്ക് വരിക. പടച്ചതമ്പുരാന്റെ മുന്നിൽ നമ്മൾക്ക് വിജയിക്കാൻ നമ്മൾ പ്രഖ്യാപിക്കേണ്ടത് നമസ്കാരം ഒഴിവാക്കിയ ഒരു ജീവിതം ഇനി എന്റെ ജീവിതത്തിൽ ഇല്ല എന്നതാണ്. അതാണ്